ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് തരികാച്ചിയതിന്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാ. അതുപോലെ ഒരുപോലെ ദാഹവും വിശപ്പും മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഐറ്റാട്ടോ. അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യത്തിന് ഞാനിതാ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ 1 ലിറ്റർ പാലാട്ടോ എടുത്തത്. അതിലേക്ക് ആ പാലിന്റെ ബോക്സിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാര കുറച്ചായിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര വല്ലാണ്ടങ്ങ് കൂടിപ്പോണ്ട, കാരണം ഇതൊരു ഇളം മധുരത്തിൽ കുടിക്കാനാ ഒരു ടേസ്റ്റ് ഉണ്ടാകാനേ. അപ്പൊ പഞ്ചസാര ഞാൻ 1/2 കപ്പ് മുഴുവനായിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തിന്. പിന്നെ ഇതിലേക്ക് തരി ചേർത്ത് കൊടുക്കാം. തരിയും ഞാനിപ്പോ 1/2 കപ്പാട്ടാ എടുത്തത്. തരി നമുക്ക് കുറച്ചായിട്ട് ഇതിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ തരിന്റെ അളവ് ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടാവും. ഞാനിപ്പോൾ 1 ലിറ്റർ പാലാട്ട എടുത്തത്, അതിന് ഞാൻ 1/2 കപ്പ് തരിയാണ് ഇപ്പൊ എടുത്തത്. ഞാൻ ചില സമയത്ത് ചെയ്യുന്ന സമയത്ത് തരി 1/4 കപ്പ് അങ്ങനെ എടുക്കലുണ്ട്. അപ്പൊ തരി നിങ്ങൾ നോക്കി അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കുറെ തരി ഒന്നിച്ചങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ഇത് അങ്ങ് കട്ട പിടിച്ചു പോകും. അതുപോലെ ഇത് വല്ലാണ്ട് അങ്ങ് തിക്കായി പോകും. ഈ ഒരു ഡ്രിങ്ക് വല്ലാണ്ട് അങ്ങ് തിക്കായി പോകും. ഈ ഒരു ഡ്രിങ്ക് കുറച്ച് ലൂസായിട്ട് അങ്ങനെ ചെയ്തിട്ട് എടുക്കണം, അങ്ങനെ കുടിക്കാൻ ആ ഒരു ടേസ്റ്റ് കിട്ടാനേ. അപ്പം തരി അങ്ങനെ നോക്കി ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇപ്പോൾ 1/2 കപ്പാട്ടാ ചേർത്തത്. അപ്പൊ തരി ചേർത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്തിട്ടെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കായി കുത്തിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ ആ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഈ ഒരു രീതിയിൽ ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ തരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് കട്ട പിടിച്ചു പോവും. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇത് കുറച്ചു നേരം ഒന്ന് ഇളക്കിയിട്ട് ആ തരി ഒന്ന് വേവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്കൊന്ന് കാച്ചി ഒഴിക്കാം. അതിനു വേണ്ടി ഞാനിതാ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ RKG ആട്ടാ ചേർത്ത് കൊടുക്കുന്നത്. ഇത് എന്തായാലും RKG അല്ലെങ്കിൽ ആ ഒരു ഫ്ലേവർ വരുന്ന ടൈപ്പ് നെയ്യ് തന്നെ ചേർക്കണം. അതിലേക്ക് ഞാനിപ്പോൾ ഒരു 6 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉള്ളി ഒന്ന് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാനുണ്ട്. അപ്പൊ ഇതാ ഉള്ളി ഒന്ന് ഫ്രൈ ആയി വരുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് കാഷ്യൂ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു തരികാച്ചിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇതാ അതും കൂടി ഒഴിച്ചിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മളെ തരികാച്ചി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല തിക്കാക്കിയിട്ട് എടുക്കണ്ട, കാരണം ഇത് വെക്കുന്നോറും കുറച്ചുകൂടി ഒന്ന് തിക്കായി വരും. അപ്പൊ കുറച്ച് ലൂസിൽ തന്നെ അങ്ങനെ ചെയ്തിട്ടെടുക്കാം. അപ്പൊ നമ്മളെ തരികാച്ചിയത് റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ കുടിക്കാനും നല്ല ടേസ്റ്റ് ആട്ടാ. ഇത് നമുക്ക് നോമ്പ് സമയത്തെല്ലാം എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാ. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ള വഴിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അള്ളാ വേറെ വീഡിയോ ആയിട്ട് കാണാം.